സർക്കാർ അനുവദിച്ച തുക കൊണ്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ വിഷമിച്ച കുടുംബത്തിന് കൈത്താങ്ങായി റോയൽ ലയൺസ് ക്ലബ് അംഗങ്ങൾ. റോയൽ ലയൺസ് ക്ലബ് അംഗങ്ങളാണ് വക്കം സ്വദേശിനി ജലജയ്ക്കും കുടുംബത്തിനും കൈത്താങ്ങായത്. വക്കം ഗ്രാമപഞ്ചായത്തിലെ കോടമ്പള്ളി സ്വദേശിനി ജലജയ്ക്കും കുടുംബത്തിനും ഇവരുടെ സ്വന്തം സ്ഥലത്ത് വീട് നിർമ്മാണത്തിനായി ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 4 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പലപ്പോഴായി ഈ തുക ഇവർക്കായി അനുവദിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച തുകയിൽ ഇവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകില്ല എന്നറിഞ്ഞതോടെ ജലജയും കുടുംബവും നിരാശയിലായിരുന്നു. എനിക്ക് 2 അവശതയായ കുട്ടികളാണ്. എൻ്റെ ഭർത്താവും ജോലി ചെയ്ത് തന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ 2 പ്രാവശ്യം ഹൃദയത്തിന് വയ്യാതെയായി. ഇപ്പൊ മൂത്രത്തടസ്സം കൊണ്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിരിക്കുകയാണ്. സർക്കാരിന്റെ പൈസ ബ്ലോക്കിൽ നിന്നുള്ള 4 ലക്ഷം അനുവദിച്ച് 4 ഗഡു കിട്ടി. ഇനി കുറച്ചേ കിട്ടാനുള്ളൂ. അതുകൊണ്ടൊന്നും ആവൂല. കഷ്ടത കണ്ട് നൈസ് ക്ലബ്ബുകാർ ഈ പണി ഏറ്റെടുത്ത് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയ്ക്ക് മുമ്പ് അത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു 30 വർഷം കൊണ്ട് ചെന്നൈയിലായിരുന്നു. അവിടെ ഒരു ഷോപ്പിലായിരുന്നു ജോലി. പിന്നെ അതിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഈ കൊറോണൻ്റെ മുമ്പ് എനിക്ക് പല അസുഖം ബാധിച്ച് ഇവിടെ നാട്ടിൽ വന്ന് ഇതിലിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 1 വർഷം മുമ്പ് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങനെ വീടിൻ്റെ പണിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ലയൺസ് ക്ലബ്ബുകാർ ഏറ്റെടുത്ത് ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗിയായ ഭർത്താവും ജന്മന അസുഖബാധിതരായ 37, 32 വയസ്സും വീതം പ്രായമുള്ള 2 പെൺമക്കളെയും കൊണ്ട് ഇനിയും താൽക്കാലികമായി വീടിനടുത്ത് നിർമ്മിച്ച ചായ്പിൽ എത്രനാൾ കഴിയേണ്ടി വരുമെന്ന ആശങ്കയിലായിരുന്നു ഈ കുടുംബം. അങ്ങനെ ഇരിക്കെയാണ് വക്കം റോയൽ ലയൺസ് ക്ലബ് അംഗങ്ങൾ ജലജയുടെ ദുരിതകഥ അറിഞ്ഞ് ഇവിടേക്കെത്തിയത്. നമ്മളുടെ അലയൻസിൻ്റെ മോട്ടോ എന്ന് പറയുന്ന വി സർവാണ്. പാവപ്പെട്ടവർക്കും അങ്ങനെയുള്ളവരെല്ലാം സഹായിക്കുക എന്നുള്ളതാണ്. കോടമ്പള്ളിയിൽ ജലജ എന്ന് പറഞ്ഞവരുടെ വീട്ടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് നമ്മൾ BSTയും മറ്റ് മെമ്പേഴ്സ് എല്ലാം കൂടെ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. അതിനോടനുബന്ധിച്ച് ഈ മഴക്കാലത്തിന് മുമ്പ് ആ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. സ്ഥലത്തെത്തിയ ലയൺസ് ക്ലബ് അംഗങ്ങൾ വീടിന്റെ മുഴുവൻ നിർമ്മാണ ചുമതലയും ഏറ്റെടുക്കുകയും വരുന്ന കാലവർഷത്തിന് മുമ്പ് തന്നെ വീടിന്റെ താക്കോൽ കൈമാറാനുള്ള പണികളും ആരംഭിച്ചു. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ വക്കം റോയൽ ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. കോടമ്പള്ളിയിലുള്ള ജലജ എന്ന് പറയുന്നവരുടെ ഈ പണി തീരാത്ത വീട് ബ്ലോക്കിൽ നിന്നും 4 ലക്ഷം രൂപ അനുവദിക്കുകയും കോൺട്രാക്ടർ താബൂക്ക് കെട്ടി വാർത്തയിട്ടുകൊണ്ട് പണി അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ലയൺ മെമ്പർ ഇത് ലയൺസ് ക്ലബിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ ബേസിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ അകത്തെ പ്ലാസ്റ്ററിങ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറം പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്, 1-2 കതവിന് അടപ്പിട്ട് കൊടുക്കാനുണ്ട്, തറ ടൈൽസ് ഒട്ടിക്കണം, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, പെയിൻറ്റിങ് ഇത്രയും വർക്കുകൾ ചെയ്ത് പൂർണ്ണ തോതിലൊരു വീട് സജ്ജമാക്കി അവരെ മഴക്കാലത്തിന് മുമ്പ് ഇവിടെ താമസയോഗ്യമാക്കി താമസം മാറ്റിക്കണം എന്നുള്ളതാണ് വക്കം റോയൽ ലയൺസ് ക്ലബിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് ക്ലബിൻ്റെ എല്ലാ അംഗങ്ങളും സഹകരിക്കുന്നുണ്ട്. ഞാൻ ജയചന്ദ്ര ബാബു, വക്കം റോയൽ ലയൺസ് ക്ലബിൻ്റെ ട്രഷററാണ്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഇവിടെ ഒരു
വീടിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഡ്ജറ്റ് 2.5 ലക്ഷം രൂപയായിട്ട് അന്ന് കമ്മിറ്റിയിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കുകയുണ്ടായി. അതും പ്രകാരം എല്ലാ മെമ്പേഴ്സും സഹകരണം നടത്തുന്നുണ്ട്. തലസ്ഥാന വാർത്തകൾ കടയ്ക്കാവൂർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.